എനിക്ക് എൻ്റെ മക്കളെ വളർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാടുപെടുന്നത്. ഒരെണ്ണം ഉണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് നിന്നാലും തോന്നിവാസം പാടില്ല. അതാണ് മെയിൻ പോയിന്റ്. നമ്മളെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ വീഡിയോസ് പെണ്ണുങ്ങൾ വീഡിയോസ് ഒക്കെ കൊടുക്കുമ്പോൾ കുറെ എതിർപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കാരണത്താൽ പിന്നെ ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ കക്കാനും വേറൊരു തൊഴിലേക്ക് മാത്രം പോവാതിരിക്കുക. ഇന്നത്തെ ഫുള്ള് വിഭവങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് നമ്മളുണ്ട് ഉമ്മയുടെ ചാനലില്. അപ്പൊ ഉമ്മയുടെ ചാനലും നമ്മളെ ചാനലും ആരും കാണാൻ മറക്കരുത്. ഒന്നിപ്പോ ചോറൊന്നും വയ്ക്കാതെ വിട്ടിട്ടില്ല കേട്ടോ. ഒരു രക്ഷയില്ല. കൈപ്പുണ്യം എന്ന് പറഞ്ഞതാ. നിങ്ങൾ ലൈവായിട്ട് നമ്മുടെ വീട് വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മളിന്ന് ഈ ഫുള്ള് തിന്നിട്ട് ഇവിടുന്ന് പോകണുള്ളൂ. അപ്പൊ സന്തോഷമുള്ളൂ. അപ്പൊ ഫുള്ള് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ഫുഡിന്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന നമ്മളെ ഉമ്മച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പങ്കിടുന്ന ഒരു വീഡിയോസാണ് ഇന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നേരെ ഉമ്മച്ചിന്റെ അടുത്ത് പോവാം. ഉമ്മച്ചി എന്താ കാട്ടുന്നത് പോയേക്കട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഉമ്മച്ചിയുടെ വീട് കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നപ്പോൾ തന്നെ വേറൊരു വൈബാണ്. കാരണം എന്താ വെച്ചാൽ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ. ഉമ്മച്ചി കുറച്ച് തിരക്കിലാണ് തോന്നുന്നത്. ഈ ഊഞ്ഞാലുമൊക്കെ ഇരുന്നിട്ടാണ് ഉമ്മച്ചി നമുക്ക് വീഡിയോ ഒക്കെ ഒരുക്കി തരല്. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നേരെ ഉമ്മച്ചി എവിടെ ഉള്ളത്? അപ്പോൾ ഉമ്മച്ചിയുടെ അടുത്തേക്ക് പോവാണ്. ഹലോ ഉമ്മച്ചിയാ, എന്തൊക്കെ വർത്താനം? അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ ബാക്കി ചെയ്യാനുള്ള പരിപാടിയിൽ തോന്നണം അല്ലേ? ചക്ക ഇതെന്താ പൊരിക്കാനല്ല വറുക്കാനല്ല? ചക്ക വറുക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഫുള്ള് ഇതുമ്പോൾ തന്നെ അല്ലേ? ഈ ആധുനിക ലോകത്ത് പലരും എതിർക്കുന്ന ഒരു സംഭവമാണ് വീഡിയോസ്. അതേമാതിരി പെണ്ണുങ്ങൾ വീഡിയോസൊക്കെ ഇറങ്ങുക. അതൊക്കെ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു നിങ്ങൾ? ഞാൻ ഇങ്ങനെ എത്തിപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാല്, ഞങ്ങള് ഇവനും പണിക്ക് പോകും, ഞാനും എന്നേലൊക്കെ പണിക്ക് പോകും. അപ്പൊ ഒന്ന് വീണതാ, കാല് കേടുന്നു, കാലിന് പ്രശ്നമായി. അപ്പൊ പിന്നെ നടക്കാൻ പറ്റാണ്ടായി. നടക്കാൻ പറഞ്ഞാൽ അങ്ങനെ പറ്റായില്ല. കാല് നടക്കുമ്പോ കാലിന്റെ ബാലൻസ് തെറ്റും, ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ നമ്മള് ജോലിക്ക് പോയി പൈസ എന്തേലും ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ വീട്ടിലിരിക്കുമ്പോ ഒരു ജാതി ഇങ്ങനെ തോന്നി, ഇവനിക്കും പണിക്ക് പോകാൻ പറ്റണില്ല എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതാണ്. അല്ല, ആരാണ് ഈ ആശയം നിങ്ങൾക്ക് എത്തിച്ചത്? ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങോട്ട് എത്തൂലല്ലോ. അത് എന്റെ മോൻ പറഞ്ഞ ഒരു ഐഡിയ ആണ്. യൂട്യൂബ് തുടങ്ങാം. ഇങ്ങനെ അമ്മ വെറുതെ എങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് അപ്പൊ ആദ്യം തന്നെ കുക്കിനോട് താല്പര്യം ഉണ്ടോ? വെറുതെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവര് തിന്നണ കാണാൻ നല്ല രസമാണ്. അത് നമ്മുടെ മനസ്സിന് തൃപ്തിയാണ്. നല്ല ഇഷ്ടമാണ്. അങ്ങനെ അന്നദാനം എന്നൊക്കെ പറഞ്ഞ മാതിരിക്ക് നമുക്ക് ഒരു മനസ്സിന് തൃപ്തിയാണ്. ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇവിടെ അയൽവാസികൾക്കൊക്കെ കൊടുക്കും. കൊടുക്കുന്നത് അവര് തിന്നണ കാണാനും ഒക്കെ അല്ലേ നമുക്ക് ഇഷ്ടം. അതാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മളെ ഫുഡ് ചാനലായ കുറെ ചാനലുകളുണ്ട്. അവരൊക്കെ ഇതേമാതിരി ചെയ്യുമ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു പ്രചോദനത്തിലാണ് ഇതിലേക്ക് എത്തിയത്. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയില്ല. യൂട്യൂബ് എന്നുള്ള സംഭവം തന്നെ അറിയില്ല. ഞാനങ്ങനെ ഫോൺ ഉപയോഗിക്കില്ല, ചെറിയ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ ഷാജിയും ഉമ്മയുള്ള ചാനലില് നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിലുള്ളത്? ഇപ്പൊ ഞങ്ങള് രണ്ടാളും മാത്രം. അപ്പൊ മക്കള് വേറെ? ഒരു മോളുണ്ട്, അവളെ കല്യാണം കഴിഞ്ഞു. അവള് അവിടെ ഭർത്താവിന്റെ വീട്ടിൽ. ഇപ്പൊ ഞങ്ങള് രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നു. ഉപ്പ ഇല്ല. അപ്പൊ മോനും മകളും മാത്രം. അപ്പൊ മരുമക്കളൊക്കെ ഇതിനെ എതിർക്കിയ കാര്യങ്ങൾ എന്തെങ്കിലും? മരുമക്കളില്ല, എതിർക്കും കാര്യങ്ങളൊക്കെ. അവനും ഉമ്മാക്ക് എന്താ ചെയ്യാൻ പറ്റും, ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ വീഡിയോസ് പെണ്ണുങ്ങൾ വീഡിയോസ് ഒക്കെ കൊടുക്കുമ്പോൾ കുറെ എതിർപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കാരണത്താൽ ചോദിച്ചാൽ അയൽവാസികളുടെ കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ. അതിപ്പോ എന്റെ അഭിപ്രായത്തിലേ ഏത് ജോലിക്ക് അതിന്റെ അതിനി ആണായാലും പെണ്ണായാലും. ഇപ്പൊ ഞാൻ മിണ്ടാതെ ഇവിടെ ഇരുന്ന എനിക്ക് ആരെങ്കിലും ആരും തരില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാ. പൈസ ആരുടെ മുമ്പിലും കൈനീട്ടാൻ പോകാതിരിക്കും. അതാണ് മാക്സിമം ശ്രമിക്കുക. ആരുടെ മുമ്പിലും തല കുനിക്കാതെ അന്തസ്സോടെ ജീവിക്കുക. നമ്മൾ എന്ത് ജോലി എടുത്താലും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ വിടുക. അതാണ് എന്റെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. അതേപോലെ നമ്മുടെ മക്കളോട് അങ്ങനെ തന്നെ. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ പറയില്ല. അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് ഒരു എതിർപ്പും പാടില്ല. മക്കൾ പണിയെടുക്കുമ്പോഴും ശരി, നമ്മൾ പണിയെടുക്കുമ്പോഴും ശരി, നമുക്ക് ശരി തോന്നുന്നത് നമ്മൾ ചെയ്യുക. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ കക്കാനും വേറൊരു തൊഴിലേക്ക് മാത്രം പോവാതിരിക്കുക. അല്ലാതെ എന്ത് ജോലിയും ചെയ്യാം.
എൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ നമ്മളുടെ ഉമ്മച്ചി ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് ചക്ക വറക്കാണ്, വറക്ക പൊരിക്കാണ്. അപ്പൊ നമ്മളിന്ന് ഈ ഫുള്ള് തിന്നിട്ട് ഇവിടുന്ന് പോകണുള്ളൂ. അപ്പൊ സന്തോഷമുള്ളൂ. അപ്പൊ ഫുള്ള് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഉമ്മച്ചിയുടെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഇതിന്റെ താഴെ ഇടുന്നുണ്ട്. ഉമ്മച്ചിനെ അറിയാത്തവരും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം. അറിയണോലേക്കാരും കൂടുതൽ നമ്മളെ അറിയില്ല, അതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. ഞാൻ ആദ്യം മെഴുകുതിരിയുടെ കച്ചവടം ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ അത് ഓങ്ങല്ലൂരിലുള്ള ഒരു കൂട്ടരാണ് എനിക്ക് ആ തൊഴിൽ പഠിപ്പിച്ചു തന്നത്. മെഴുകുതിരിയുടെ എനിക്ക് പണിയൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അത് പഠിച്ചിട്ട് അത് ഉണ്ടാക്കാനും കാണിച്ചു തന്നവര്. എന്നിട്ട് എറണാകുളത്ത് പോയിട്ട് എറണാകുളത്ത് മറ്റേ എന്താണ് പള്ളിയുടെ പേര് എടപ്പള്ളി പോയിട്ട് മെഴുകെടുത്ത് ഓർഡർ ആക്കിയിട്ട് വന്ന പട്ടാമ്പി പാർസൽ ഓഫീസിൽ വരും. വന്ന് അവിടെ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാക്കി. വീട്ടിൽ തന്നെ ചെയ്യലല്ലേ? വീട്ടിൽ നിന്ന് തന്നെ. ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടാക്കണ. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന്റെ മെഴുകിന്റെ വില ഇതാ പറയുമ്പോഴത്തേക്ക് കൂടി പെട്ടെന്ന് കൊറോണ വെള്ളപ്പൊക്കത്തിന്റെ ടൈമിലാവൂല. അത് കൂടിയപ്പോ എന്താ വെച്ചിട്ടാ നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അതിന്റെ ടൈം മാറ്റണം. അപ്പോഴേ നമുക്ക് മുതലാവുള്ളൂ. 1 കിലോ മെഴുകില് 80 മെഴുകുതിരി ഉണ്ടാക്കാം 1 രൂപയുടെ. അങ്ങനെ ആക്കിയിട്ട് ലാസ്റ്റ് അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഒരു താത്ത പറഞ്ഞു, ഞാൻ കുറച്ച് മാക്സി എടുക്കാൻ നീ കച്ചവടം ചെയ്ത് തരുമോ ചോദിച്ചു. ആയിക്കോട്ടെ പറഞ്ഞിട്ട് മാക്സി എടുത്ത് കച്ചവടം ചെയ്ത്. പക്ഷെ അവര് വലുതായപ്പോൾ നമ്മളൊന്ന് അതങ്ങനെയാണ് ജനങ്ങളെ പുച്ഛിച്ച് തള്ളി. പിന്നെ ഞാൻ സ്വന്തമായിട്ടെടുത്ത് കച്ചവടം ചെയ്തു. എന്നിട്ട് ഒരു കട ഉണ്ടാക്കി. പക്ഷെ നഷ്ടം വരുമ്പോൾ അപ്പം ഒഴിവാക്കും. നഷ്ടം വന്നാൽ പിന്നെ അവിടെ നിൽക്കരുത്. നിൽക്കില്ല, അപ്പോൾ ഒഴിവാക്കും. അതെന്താ വെച്ചിട്ടാ, നഷ്ടം വന്നാൽ എനിക്ക് ബാക്കിലൂടെ അത് തീർക്കാനുള്ള വരുമാനം ഇല്ല. എനിക്ക് എൻ്റെ മക്കളെ വളർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാടുപെടുന്നത്. എന്നിട്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരെ ഇത്ര വളർത്തി ഉണ്ടാക്കിയത്. പക്ഷെ പടച്ചവൻ എനിക്ക് ഒരു നല്ലത് തന്നു. എന്താ വെച്ചാൽ എല്ലാരും മക്കളെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഇത് അതൊന്നും ഇല്ല. പടച്ചവൻ എനിക്ക് ആ ഒരു ഭയങ്കര നല്ലൊരു കിട്ടലാണ്. അങ്ങനെ കിട്ടില്ല, നല്ലൊരു കിട്ടലാണ്. പടച്ചവനക്ക് കോടി പുണ്യം പറഞ്ഞാലും തീരില്ല. അത്രയ്ക്ക് പടച്ചവൻ എന്നെ മക്കളെ കാര്യത്തില് കൈപിടിച്ച് ഉയർത്തി. അവരിപ്പോ എന്നെ കൈപിടിച്ച് നടക്കുക. അതാ വേണ്ടത് ജീവിതത്തിൽ. അങ്ങനെയാണ് ഞങ്ങള്. പിന്നെ ജനങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഒരു ചെവി കേട്ട് മറ്റേ. പക്ഷെ അത് സത്യമായിരുന്നാ പോരെ, സത്യം അല്ലാതിരുന്നാ പോരെ. നമുക്ക് സത്യമാണ് തോന്നണത് നമ്മൾ ചെയ്യാം, ജനങ്ങൾക്ക് ദ്രോഹമില്ലാതെ. ഒരു തെറ്റെന്റെ മനസ്സിൽ വരികയാണെങ്കിൽ എന്റെ കുറ്റബോധം കൊണ്ട് അത് എനിക്ക് ഇതാവില്ല. നമ്മളത് ചെയ്തല്ലോ ഞാൻ അറിഞ്ഞിച്ചുകൊണ്ട് പഠിച്ചവനെ മറന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു പേടിയും ഇല്ല. കാണാൻ വന്നപ്പോ ചോറൊന്നും വയ്ക്കാതെ വിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി അടക്കം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മതി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള മുൻകൂട്ടി വിളിച്ചില്ല എന്നുള്ള പരാതിയാ അല്ലമ്മ, വിളിച്ച് പറഞ്ഞില്ല എന്നുള്ള പരാതി. അപ്പൊ ഉമ്മ നമ്മളോട് തിന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളിവിടെ നിന്നാണ്. അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഉമ്മ, ആയിട്ടുണ്ട്. അതിന് ചക്ക പൊരിച്ചാട്ടോ ഇന്നത്തെ വിഭവം. ഒരു രക്ഷയില്ല, കൈപ്പുണ്യം എന്ന് പറഞ്ഞതാ. നിങ്ങൾ ലൈവായിട്ട് നമ്മുടെ വീട് വേണമെങ്കിൽ അത് പറഞ്ഞുതരാം. നമ്മളെ പാലക്കാട് ജില്ലയിൽ കരുവാമ്പടി, പട്ടാമ്പി കരുവാമ്പടി കാരക്കുത്തങ്ങാടി എന്ന സ്ഥലത്താണ്. അവിടെ വന്ന ലൊക്കേഷൻ ഇതിലിടുന്നുണ്ട്. നിങ്ങൾ വന്ന് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ വീരം പറയണം. ഈ വരും തലമുറയ്ക്ക് എന്താണ് ഉമ്മക്ക് പറയുന്നത്? ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോഴേ, ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും പണിയെടുക്കണം. പെണ്ണുങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പാടില്ല. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കണം. പോയി പണിയെടുക്കണമെന്നൊന്നുമില്ല, വീട്ടിലിരുന്ന് പണിയെടുത്താലും കുറേ കാര്യങ്ങളുണ്ടല്ലോ വീട്ടിൽ. പിന്നെന്താ, ഇപ്പോൾ ഉള്ള മക്കളൊക്കെ പഠിച്ച് നല്ല വിവരം വിദ്യാഭ്യാസമുള്ള മക്കളാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, വീട്ടിലിരുന്നിട്ടും ഓൺലൈൻ ജോലിയും ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തുണ്ട്, നമ്മുടെ മക്കളെ വളർത്താനുള്ള ഒരു ഭയങ്കര ഒരു പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഉമ്മ പഠിച്ചൊരു പാടത്തുനിന്നാണ് പറഞ്ഞത്. എൻ്റെ പാടത്തുനിന്നാണ് ഞാൻ പറഞ്ഞത്.
എനിക്ക് പണിയെടുക്കാനൊന്നും അറിയില്ല. എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചതാണ്, ഇതൊക്കെ കണ്ടു പഠിച്ചതാണ്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയതാ എല്ലാ പെണ്ണുങ്ങളും പണ്ടുള്ളൊരു 10-30-35 വർഷത്തിന് മുന്നിൽ പെണ്ണുങ്ങൾ പണിയെടുക്കേണ്ട, ആണുങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ എല്ലാത്തിനും തികയും. ഇപ്പൊ പണിയെടുത്താൽ കൂലിയുണ്ട്, ഒരു സാധനത്തിന് നല്ല വില ഉണ്ട്. അന്ന് പണിയെടുത്താൽ കൂലി കുറവാണ്, സാധനങ്ങൾക്ക് വിലയും കുറവാണ്. ഇന്ന് 10 രൂപയ്ക്ക് സാധനം വാങ്ങുന്നിടത്ത് അന്ന് 2 രൂപയുടെ സാധനം വാങ്ങിയാൽ മതി. അതാണ് അന്നുള്ള ഇന്നിപ്പോൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങാൻ പോയി നമുക്ക് വീട്ടിൽ 2 പേര് താമസിക്കുന്ന വീട്ടിൽ 100 രൂപയ്ക്ക് സാധനം തികയില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഉള്ള കാലാവസ്ഥ. പിന്നെ ചില മക്കൾ നല്ല പഠിച്ച് ജോലിക്ക് വേണ്ടി പഠിക്കും. ഓരോരുത്തന്മാർ വന്ന് പറയും ഞാൻ അവിടെ പോയി പഠിപ്പിക്കാം, ജോലിയൊക്കെ വാങ്ങാന്നൊക്കെ പറയും. പാവം അവറ്റയുടെ അടുക്കളയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് സ്വാതന്ത്ര്യം കൊടുക്കാതെ അതിന് പുറത്തിറങ്ങാൻ പാടില്ല, ആളുകളെ കാണാൻ പാടില്ല. അതൊക്കെ ഇപ്പോൾ ഉള്ള കാലാവസ്ഥയിൽ അതൊന്നും ഇല്ല. ഇപ്പൊ പെൺകുട്ടികളാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് നിൽക്കണം. 2 കൂട്ടർ ആണാണ് പെണ്ണാണെന്നൊന്നും നോക്കരുത്, 2 കൂട്ടരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അപ്പോൾ ഒരു കുടുംബം നല്ല സ്വാതന്ത്ര്യത്തോടെ അവനവനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാം. പിന്നെ ഇടയിൽ ഒരെണ്ണമുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് നിന്നാലും തോന്നിവാസം പാടില്ല. അതാണ് മെയിൻ പോയിന്റ്. തോന്നിവാസം പാടില്ല, വൃത്തികേടുകൾ പാടില്ല. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ബാപ്പയും അമ്മയും അതേ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഒക്കെ ഫ്രണ്ട്സായിട്ട് ജീവിക്കണം, നല്ല സൗഹൃദമായിട്ട് നല്ല രീതിയിൽ. അതാണ് കുടുംബത്തിന്റെ മഹിമ ഇപ്പോൾ ഉള്ള കാലാവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ വീഡിയോസ് ഇന്നത്തെ ഫുള്ള് വിഭവങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് നമ്മളുണ്ട് ഉമ്മാടെ ചാനലിൽ. അപ്പോൾ ഉമ്മാടെ ചാനലും നമ്മളെ ചാനലും ആരും കാണാൻ മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.